ഹണീസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് അടുക്കള ടിപ്സുകളാണ്. എല്ലാവർക്കും തന്നെ കുറേ ടിപ്സുകളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിരുന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അല്ലേ, ഇതിൻ്റെ ഉളുമ്പ് പോകുന്നില്ല എന്ന്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉളുമ്പ് ചൊവ അതിൽ തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഹോട്ടലുകളിൽ അവർ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് അതിൻ്റെ ഉളുമ്പ് കളയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കാറുണ്ടോ എന്ന്. അതേസമയം നമ്മൾ വീടുകളിൽ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉളുമ്പ് നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ വീട്ടിലെല്ലായിടത്തും കാണുന്ന ഒരു സാധനമാണ് ഗോതമ്പ് പൊടി അല്ലേ. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1 അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോ ഗോതമ്പ് പൊടി ചേർത്തിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കേ, അത് നന്നായിട്ട് അതിൻ്റെ ഉളുമ്പെല്ലാം പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. നമ്മളത് ഫിഷൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കണ്ണാടി പോലെ നല്ലൊരു ഷൈനിങ് നമുക്കതിന് തോന്നുകയും ചെയ്യും. ഒട്ടും തന്നെ ഉളുമ്പ് ചൊവ കാണത്തുമില്ല. ഇത് ഒന്നാമത്തെ ടിപ്പാണ്. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ ബീഫോ അല്ലെങ്കിൽ മട്ടനോ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് മൂത്ത ഇറച്ചിയാണ് കിട്ടുന്നത്. ഇത് നമ്മൾ കുക്കറിലിട്ട് ഒരു 5-6 വിസിലടിച്ചാലും ചില സമയത്ത് എന്താ പറ്റുന്നത്, ഇത് വേഗത്തില്ല അല്ലേ, അങ്ങനെ തന്നെ കിടക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പപ്പടം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു പപ്പടം ചെറുതായി ഞുറുക്കി ഇട്ട് കൊടുക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സോഡാപ്പൊടി കാണും അല്ലേ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത് നമ്മൾ ഒരു നുള്ള് ഇതിനകത്തേക്ക് ചേർത്ത് വേവിക്കുക. വേവിക്കുന്ന സമയത്ത് ഇത് ചേർത്ത് വേവിക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും, വേഗത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ഒരു ടിപ്പാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നമ്മൾ ചോറുണ്ണുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ പൊരിച്ചത് അല്ലെങ്കിൽ മീൻ വറുത്തത് കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എസ്പെഷ്യലി അത് മത്തിയാണെങ്കിൽ, മത്തിയും സാമ്പാറും ഒക്കെയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആഹാ അടിപൊളിയാണ് അല്ലേ. പക്ഷേ മത്തി വറുക്കുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, അത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് മറ്റു മുറികളിലേക്കും, അതുപോലെ തന്നെ എസ്പെഷ്യലി ഇത് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണ് അല്ലേ. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കൊക്കെ മത്തി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താ, വറുത്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ മുറികളിലും ആ ഫ്ലാറ്റ് മുഴുവൻ തന്നെ അതിൻ്റെ സ്മെല്ലങ്ങ് വ്യാപിക്കും. ഇക്കാര്യം ഓർക്കുമ്പോൾ എല്ലാവരും തന്നെ മത്തി വറുക്കാൻ ഒന്ന് മടിക്കും അല്ലേ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ മത്തി വറുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീൻ പൊരിക്കുന്ന സമയത്ത് നമ്മളിത് പൊരിക്കുന്നതിന് സമീപത്തായിട്ട് ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി നമ്മളൊന്ന് കത്തിച്ച് വെച്ച് നോക്കിക്കേ, ഒരല്പം പോലും സ്മെല്ല് അടുത്ത മുറികളിലേക്ക് വ്യാപിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മത്തി വറുത്തത് കഴിക്കുകയും ചെയ്യാം, മുറികളിലൊന്നും വലിയ സ്മെല്ലൊന്നും വരത്തുമില്ല അല്ലേ. ഇനി അടുത്ത ഒരു ടിപ്പാണ്, നമ്മൾ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് അതിനകത്തേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് നോക്കിക്കേ, കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കുന്നതിനോ വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാറുണ്ട് അല്ലേ. അത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് കുക്കറിനകത്തിട്ടാണ് വേവിച്ചെടുക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്, എന്താണ്, 1-2 വിസിൽ അടിക്കുന്ന സമയത്തേക്ക് തന്നെ ഇതിനകത്തുനിന്ന് പരിപ്പ് ഇങ്ങനെ ചാടി പുറത്തേക്ക് വന്ന് ആ കുക്കറിൻ്റെ മുകളിലും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെയൊക്കെ മുകളിലൊക്കെ അത് വൃത്തികേടാക്കാറുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പരിപ്പ് വേവിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെക്കത്തില്ലേ, ആ സമയത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് 1-2 വറ്റൽ മുളക് കട്ട് ചെയ്യാതെ വെറുതെ അങ്ങ് ഇടുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് പരിപ്പൊന്ന് വേവിച്ച് നോക്കിക്കേ, ഒരു തുള്ളി പോലും പുറത്തേക്ക്
ചാടി വരില്ല. ഇനി അടുത്ത ഒരു ടിപ്പാണ്, നമ്മൾ സാമ്പാർ വയ്ക്കും. നമ്മൾ ഇഡ്ഡലിക്കാണേലും അതുപോലെ തന്നെ സദ്യക്കൊക്കെ ആണെങ്കിലും സാമ്പാർ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിടാറുണ്ട്, അല്ലേ, പുളി ചേർക്കാറുണ്ട്, എരിവ് ചേർക്കാറുണ്ട്. ചില സമയത്ത് ഇതെല്ലാം ഏതെങ്കിലും ഒരെണ്ണം മുൻപേ നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഉപ്പ് മുൻപേ നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ പുളി മുൻപേ നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റുകളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പാർ റെഡിയായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ചേർത്ത് നോക്കിക്കേ. ഈ ടേസ്റ്റുകളെല്ലാം ബാലൻസ് ചെയ്തിട്ട് നമ്മൾ കല്യാണ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ മസാല ദോശയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലുമാണ്, അല്ലേ? ആ സെയിം ടേസ്റ്റും സെയിം സ്മെല്ലുമുള്ള സാമ്പാർ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് കഞ്ഞിവെള്ളത്തെക്കുറിച്ചാണ്, അല്ലേ? നമ്മളെല്ലാവരും ചോറ് വാർത്ത് കഴിയുമ്പോൾ കിട്ടുന്ന കഞ്ഞിവെള്ളം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് ആ കഞ്ഞിവെള്ളം സിങ്കിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ച് കളയുക എന്നുള്ളതാണ്. എന്നാൽ ചിലർ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഉപ്പിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ അല്ലാത്ത രീതികളിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വേറൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഈ കഞ്ഞിവെള്ളം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. എന്തോരം പോഷക ഗുണങ്ങളുള്ള സാധനമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ കറി തയ്യാറാക്കുമല്ലോ, ഈ കറി തയ്യാറാക്കുന്ന സമയത്ത് എന്താണേലും നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ വെള്ളത്തിന് പകരം നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒന്ന് ചേർത്ത് നോക്കിക്കേ. നമ്മൾ ഈ ഒഴുക്കിക്കളയുന്ന ഈ പോഷകങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ കറികളിൽ ചേർക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത്. ഇത് പലർക്കും അറിയാം എന്നെനിക്കറിയാം. എന്നാലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്സുകൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.